ക്ഷണം സ്വീകരിച്ച വീട്ടിലൊരുക്കിയ ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയ 3 പേർ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിലാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങുന്നു. ഓസ്ട്രേലിയയിലെ കുപ്രസിദ്ധമായ മഷ്റൂം കൊലപാതക കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഭക്ഷണത്തിൽ അതിമാരകമായ വിഷമുള്ള ഡെത്ത് ക്യാപ് കൂൺ ചേർത്താണ് ഒരു 48-കാരി ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയത്. ആരായിരുന്നു മഷ്റൂം കില്ലർ എന്ന പേരിൽ പിന്നീട് ലോകമറിഞ്ഞ സ്ത്രീ? എന്താണ് ആ ഉച്ചഭക്ഷണത്തിന് പിന്നിലെ കഥ? ബന്ധുക്കളെ ലക്ഷ്യമിട്ട് ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടത്താൻ അവരെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ എന്തായിരിക്കും? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കൂടത്തായ് മോഡലിൽ ഓസ്ട്രേലിയയിൽ നടന്ന വിഷക്കൂൺ കൊലപാതക കേസ് വീണ്ടും ചർച്ചയാകുന്നത് അപ്പീൽ കോടതിയിലെ പ്രോസിക്യൂഷൻ വാദങ്ങളിലൂടെയാണ്. ബന്ധുക്കളായ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എറിൻ പാറ്റേഴ്സണെ ഒരിക്കലും ജയിൽ മോചിതയാക്കരുതെന്നും അവർ നടത്തിയത് അതിഭയാനകമായ കൊലപാതകങ്ങളാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ വീട്ടിൽ വെച്ച മുൻ ഭർത്താവിന്റെ മാതാപിതാക്കളെയും ഒരു ബന്ധുവിനെയും ബീഫ് വിഭവത്തിൽ വിഷക്കൂൺ അരച്ചു ചേർത്ത് എറിൻ കൊലപ്പെടുത്തിയെന്നും മറ്റൊരാളെ കൊല്ലാൻ ശ്രമിച്ചുവെന്നുമാണ് കേസ്. കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതോടെ പരോളില്ലാതെ 33 വർഷത്തെ ജീവപര്യന്തം തടവാണ് കോടതി എറിന് വിധിച്ചത്. 2023 ജൂലൈ 29-നാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച വിഷക്കൂൺ കൊലപാതകങ്ങൾ നടക്കുന്നത്. വിക്ടോറിയയിലെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തിയാണ് ആഴ്ചകളായി താൻ പദ്ധതിയിട്ട കാര്യം നടപ്പാക്കാൻ എറിൻ തീരുമാനിക്കുന്നത്. നാളുകളായി വേർപിരിഞ്ഞു കഴിയുന്ന ഭർത്താവിനെയും അയാളുടെ കുടുംബക്കാരെയും കൊലപ്പെടുത്താനായിരുന്നു അവളുടെ തീരുമാനം. കൊലപാതകം നടത്തേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പദ്ധതിയും നാളുകൾക്ക് മുമ്പേ തന്നെ അതിനായി അവർ തയ്യാറാക്കിയിരുന്നു. ഭർത്താവ് സൈമൺ പാറ്റേഴ്സൺ, സൈമണിന്റെ പിതാവ് ഡോൺ പാറ്റേഴ്സൺ, അമ്മ ഗെയിൽ പാറ്റേഴ്സൺ, അവരുടെ സഹോദരി ഹെദർ വിക്കിൻസൺ തുടങ്ങിയവരെ ഉച്ചഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് കൊലപ്പെടുത്താനായിരുന്നു എറിന്റെ തീരുമാനം. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവത്തിൽ ഡെത്ത് ക്യാപ് എന്ന മാരക വിഷമുള്ള കൂൺ അരച്ചു ചേർത്താണ് അവർ ആ വിഭവം പാചകം ചെയ്തത്. ഇതിനായി ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ കുറേയധികം വിഷക്കൂണുകൾ എറിൻ സംഘടിപ്പിച്ചു വെച്ചിരുന്നു. എന്നാൽ ആദ്യം വരാമെന്ന് സമ്മതിച്ച മുൻ ഭർത്താവ് സൈമൺ ഉച്ചയുടെ തലേന്ന് വരില്ലെന്ന് എറിനെ അറിയിച്ചു. തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, എന്തായാലും വരണമെന്നായിരുന്നു എറിന്റെ മറുപടി. പക്ഷേ സൈമൺ ആ ഭക്ഷണ വിരുന്നിനെത്തിയില്ല. ഈ സന്ദേശങ്ങൾ പിന്നീട് കോടതിയിൽ എറിനെതിരായ തെളിവുകളായി മാറുകയും ചെയ്തു. ജൂലൈ 29-ന് നേരത്തെ ക്ഷണിച്ചതനുസരിച്ച് ഉച്ചയ്ക്ക് സൈമണിന്റെ മാതാപിതാക്കളും അമ്മയുടെ സഹോദരിയും അവരുടെ ഭർത്താവും വിരുന്നിനെത്തി. ഈ സമയം തന്റെ 2 മക്കളെയും എറിൻ വീട്ടിൽ നിന്നും തന്ത്രപൂർവ്വം മാറ്റിയിരുന്നു. വിരുന്നുകാരായ 4 പേർക്കൊപ്പം എറിനും ഭക്ഷണത്തിനിരുന്നു. മറ്റുള്ളവർക്ക് വിഷക്കൂൺ ചേർത്ത ബീഫ് വിളമ്പിയപ്പോൾ വിഷക്കൂൺ ചേർക്കാത്ത ഭക്ഷണമാണ് എറിൻ കഴിച്ചത്. ഭക്ഷണം കഴിച്ച് 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ സൈമണിന്റെ മാതാപിതാക്കളും മാതാവിന്റെ സഹോദരിയും മരണത്തിന് കീഴടങ്ങി. സഹോദരിയുടെ ഭർത്താവ് ഇയാൻ വിൽക്കിൻസൺ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹത്തിന് 3 മാസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഒടുവിൽ കരൾ മാറ്റിവെച്ചാണ് വിൽക്കിൻസണിന് സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനായത്. 3 പേരുടെയും അസ്വാഭാവിക മരണത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് വിക്ടോറിയ പോലീസിൽ വിവരം അറിയിച്ചത്. ഓഗസ്റ്റ് 14-ന് പോലീസ് എറിൻ പാറ്റേഴ്സിന്റെ അടുക്കൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കൂൺ വാങ്ങിയെന്ന് എറിൻ സമ്മതിച്ചെങ്കിലും കൊലപാതകം നടത്തിയെന്ന് അവർ സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് എറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് പോലീസ് വിഷക്കൂൺ സൂക്ഷിച്ച കണ്ടെയ്നർ കണ്ടെത്തി. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ വിഷത്തിന്റെ സാന്നിധ്യം തെളിഞ്ഞു. വിരുന്നിൽ പങ്കെടുത്ത 4 പേർക്ക് വിഷമേൽക്കുകയും എറിന്റെ ശരീരത്തിൽ വിഷാംശമില്ലാതിരിക്കുകയും ചെയ്തതും കേസിലെ മറ്റൊരു നിർണായക തെളിവായി. വീട്ടിലെ ഫുഡ് ഡീഹൈഡ്രേറ്റർ എറിൻ തെളിവ് നശിപ്പിക്കാനായി ഉപേക്ഷിക്കുന്നതും CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് വിഷക്കൂൺ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത്. 2025-ൽ നടന്ന വിചാരണയിൽ എറിൻ പാറ്റേഴ്സൺ 3 കൊലപാതകങ്ങളിലും 1 കൊലപാതക ശ്രമത്തിലും കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. തുടർന്ന് ഇവർക്ക് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. ഇപ്പോൾ എറിൻ കോടതി വിധിക്കെതിരെ അപ്പീൽ പോയിരിക്കുകയാണ്. 2023-ൽ ഒരു വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ആരംഭിച്ച ക്രൈം സ്റ്റോറിയാണ് ഇന്ന് ഓസ്ട്രേലിയയിലെ അപ്പീൽ കോടതിയിൽ വരെ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് അവർ ഇത് ചെയ്തത് എന്നാണ്. കൊലപാതകങ്ങളുടെ കാരണങ്ങൾക്ക് ഇന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എങ്കിലും ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്നതിലെ പ്രശ്നവും ബന്ധുക്കളോടുള്ള പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്.